വാർത്തയിലേക്ക് പോകാം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും രാത്രിയും മഴ പെയ്തു. എറണാകുളം പുതുവൈപ്പിൽ വെള്ളക്കെട്ടിൽ വീണ മത്സ്യത്തൊഴിലാളി മരിച്ചു. കൊടിക്കൽ സ്വദേശി ദിലീപാണ് മരിച്ചത്. കോഴിക്കോട് കായക്കൊടി ചേറ്റുവയലിൽ മഴയിൽ വീട് തകർന്നു. ഇരുളാവുമ്മൽ രാജീവന്റെ വീടാണ് തകർന്നു വീണത്. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മഴ ശക്തമായതിനാൽ ഇടുക്കിയിലെ കല്ലാർകുട്ടി, പാംബ്ല അണക്കെട്ടുകൾ ഉടൻ തുറക്കും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്നും ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ ചേരുന്നു. ഡാനിലേക്ക്. ഡാൻ, തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയും മഴയുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. നിലവിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് സാഹചര്യം? വെള്ളക്കെട്ട് ഒഴിവായിട്ടുണ്ടോ? അശ്വതി, ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ അതിശക്തമായ മഴ ഇന്നലെ രാത്രിയാണ് പെയ്തത്. രാവിലെയൊക്കെ അത് മഴ ചാറുന്ന തരത്തിൽ മാത്രമാണ് ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തീരമേഖലയിലാണ് നമ്മൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ആശങ്ക വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ്. കടൽ വളരെയധികം പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിഞ്ഞ 12 ദിവസമായി മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അതോടൊപ്പമാണ് ഈ കടലാക്രമണ ഭീഷണിയും ആ മേഖലകളിൽ നിലനിൽക്കുന്നത്. വലിയ തിരമാലകൾ അടിച്ച് കരയിലേക്ക് കയറുന്ന തരത്തിലാണ് ശംഖുമുഖം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സാഹചര്യം. ശംഖുമുഖത്തും അഞ്ചുതെങ്ങിലും വലിയ തുറയിലും ഒക്കെ സമാനമായ സാഹചര്യം തന്നെ തുടരുകയുമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം മഴമേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയതാണ് ഈ സ്ഥിതി. അത് അങ്ങനെ തന്നെ തുടരുകയാണ്. പക്ഷേ വെള്ളക്കെട്ടിന് ശമനമുണ്ട്. മാത്രമല്ല ഈ കനാലുകളിലും മറ്റും കുമിഞ്ഞുകൂടിയിരുന്ന മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് പല ഭാഗങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഒരു പ്രതിസന്ധി തീർക്കുന്നത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വഴുതക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ കുഴികൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അവിടേക്ക് ഈ വെള്ളം വന്ന് മഴവെള്ളം വന്ന് നിറയുന്നത് പമ്പ് ചെയ്ത് കളയുന്നതാണ് അധികൃതർക്ക് മുമ്പിൽ ഒരു വലിയ ശ്രമകരമായ ദൌത്യമാക്കി മാറ്റുന്നത്. എന്തായാലും ഏതാനും ദിവസങ്ങൾ കൂടി മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന മുന്നറിയിപ്പ്. ശരി, ശക്തമായ മഴയില്ലെങ്കിലും തിരുവനന്തപുരത്ത് മഴ പെയ്യുന്നുണ്ടെന്ന് ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നു. നവമി ദിനേശ് കൊച്ചിയിൽ നിന്നും ചേരുന്നു. നവമി, ഇന്നലെ കൊച്ചിയിലെ വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വാഹനങ്ങളൊക്കെ ഓടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ മഴയില്ലെന്ന് തോന്നുന്നല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. രാവിലെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. എങ്കിൽ പോലും ആശ്വാസം എന്നോണം വലിയ മഴ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാനാണ് സാധ്യത. ഇന്നലെ രാത്രി തോരാതെ തന്നെ മണിക്കൂറുകളോളം മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിൽ എറണാകുളത്തെ മിക്കയിടങ്ങളും വെള്ളം കയറി. പക്ഷേ രാവിലെയോടുകൂടി മഴ മാറിയതോടുകൂടി ഈ വെള്ളമെല്ലാം ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ്. അത് തന്നെയാണ് വലിയ ആശ്വാസം. ഇടപ്പള്ളി, പാലാരിവട്ടം, വൈറ്റില ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ കലൂർ, കത്രിക്കടവ്, പനമ്പള്ളി നഗർ എന്നീ ഭാഗങ്ങളിലായിരുന്നു വെള്ളം കയറിയത്. ഇതിൽ ഇട റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത്. പക്ഷേ ഓടകളിലും കാനകളിലുമൊക്കെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിനാൽ ഈ വെള്ളം ഇറങ്ങി പോകുന്ന സാഹചര്യമുണ്ടായി. അതിനിടെ ഒരു മരണ വാർത്ത റിപ്പോർട്ട് ചെയ്തത് പുതുവൈപ്പിൽ ബീച്ചിന് സമീപം വെള്ളക്കെട്ടിൽ വീണ് ഒരു വയോധികൻ മരിച്ചു എന്നുള്ളതാണ്. അത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഇന്നലെ രാത്രി പെയ്ത അതിശക്തമായ മഴയിൽ വെള്ളത്തിലേക്ക് തെന്നി വീഴാനാണ് സാധ്യത എന്നാണ് പോലീസ് അറിയുന്നത്. എന്തായാലും പോലീസ് സംഘം അവിടെ എത്തി പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതോടൊപ്പം കോതമംഗലം പോലുള്ള ഭാഗങ്ങളിൽ, പെരുമ്പാവൂർ പോലുള്ള മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെയും ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് ഉണ്ടായത്. എന്തായാലും അവിടെയുള്ളവർക്ക് എല്ലാവിധ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നതിനുമൊക്കെ നിയന്ത്രണമുണ്ട്. മത്സ്യബന്ധനത്തിന് പോകരുതെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. എന്തായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ ഹൈക്കോടതി ഈ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിനെ കുറിച്ചുള്ള ഹർജി പരിഗണിക്കുമ്പോൾ കൃത്യമായി തന്നെ ജില്ലാ ഭരണകൂടത്തിനും കൊച്ചി നഗരസഭയ്ക്കുമൊക്കെ മുന്നറിയിപ്പ്.
ശരി നവമി, എന്തായാലും അതാണ് ഹൈക്കോടതി വരെ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. കൊച്ചിയിലെ വെള്ളക്കെട്ട് വളരെ രൂക്ഷമായി തന്നെ തുടരുന്നു. ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നാണ്, രാവിലെ മഴ മാറി നിൽക്കുന്നു എന്നാണ് നവമി റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസ് കൂടി ചേരുന്നുണ്ട്. പ്രിൻസ്, അണക്കെട്ടുകളിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ അണക്കെട്ടുകൾ തുറക്കുന്നു എന്നറിയുന്നു. കല്ലാർകുട്ടി പാമ്പ്ള അണക്കെട്ടുകൾ ഏത് സമയത്ത് എത്ര മണിയോടെയാണ് തുറക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? മഴയുണ്ടോ ഇടുക്കിയിൽ? അശ്വതി, ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ കുറവുണ്ടെങ്കിൽ പോലും അന്തരീക്ഷം തെളിഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാകുകയും രാത്രിയിൽ വലിയ തോതിൽ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ രാത്രി പുലർച്ചയോളം മഴ പെയ്യുന്ന സാഹചര്യമായിരുന്നു. നിലവിൽ ചെറുകിട അണക്കെട്ടുകളിലെ മിക്കതും പരമാവധി സമ്പന്ന അണക്കെട്ടുകളുടെ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ഈ രണ്ട് അണക്കെട്ടുകളുടെയും ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുകും. കല്ലാർകുട്ടിയിൽ നിന്ന് 300 ക്യൂമെക്സ് വെള്ളവും പാമ്പ്ളയിൽ നിന്ന് 600 ക്യൂമെക്സ് വെള്ളവുമാകും പുറത്തേക്ക്. ഒപ്പം മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ 2 ഷട്ടറുകൾ മാത്രമാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും ഇടുക്കിയിൽ മഴ ശക്തമാകുമെന്നാണ് മുൻകരുതൽ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും രാത്രികാല യാത്രകളൊക്കെ നടത്തുന്നവർ സുരക്ഷ പാലിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. കാരണം ശരി, പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു, കുറഞ്ഞു നിൽക്കുന്നു എന്നാണ് പ്രിൻസ് വിവരങ്ങൾ നൽകിയത്. ഇത് ഈ മഴ, മോശം കാലാവസ്ഥ അത് റെയിൽവേ സംവിധാനത്തെയും ബാധിക്കുന്നുണ്ട്, ട്രെയിൻ യാത്രക്കാരെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വൈകി ഓടുന്നതായാണ് വിവരം. 10-ലധികം ട്രെയിനുകളാണ് വൈകി ഓടുന്നത്. ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ്, മലബാർ എക്സ്പ്രസ്, ഐലൻഡ് എക്സ്പ്രസ്, മൈസൂരു കൊച്ചുവേളി എക്സ്പ്രസ് തുടങ്ങിയവയാണ് വൈകി ഓടുന്ന ട്രെയിനുകൾ.